ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവും എറണാകുളം എംപിയുമായ ഐബി ഈഡന്റെ കോലം കത്തിച്ച് മുനമ്പം സമരക്കാർ പ്രതിഷേധിക്കുകയുണ്ടായി. ഇത് രംഗത്ത് തന്നെ കൊണ്ട കോൺഗ്രസ് നേതൃത്വം ഉടൻ തന്നെ ഐബി ഈഡനും എറണാകുളത്തെ മറ്റ് MLA-മാരോടൊപ്പം സമരപ്പന്തലിൽ പാഞ്ഞെത്തി സമരക്കാരെ അനുനയിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. കോൺഗ്രസ് നേതാക്കളോട് ചില കാര്യങ്ങൾ തുറന്നു പറയട്ടെ. വളരെ ഭംഗിയായി വാക്കുകൾ കൊണ്ട് നിങ്ങൾ മുനമ്പം ജനതയ്ക്ക് പിന്തുണ നൽകി, സന്തോഷം. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ പോലെ തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തികളും എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു. കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തൊരുമയോടെ മുനമ്പം ജനതയെ വഞ്ചിച്ചുകൊണ്ട് അസംബ്ലിയിലെടുത്ത നിലപാടാണ് അതിന് കാരണം. പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങളുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ആ സത്യസന്ധത പ്രവർത്തികളിലൂടെ തെളിയിക്കുവാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. പാർട്ടിയിൽ അഡ്വക്കേറ്റുമാർക്ക് യാതൊരു ക്ഷാമവുമില്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് 2 ദിവസം, ഈ 2 ദിവസം കൊണ്ട് വഖഫ് ആക്ട് എന്താണ് എന്ന് സമഗ്രമായി ചർച്ച ചെയ്യുക, പഠിക്കുക, വിലയിരുത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. തീർച്ചയായും ഇതിനോടകം തന്നെ നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ചിലരെയൊക്കെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി യാഥാർത്ഥ്യങ്ങൾ ചിലതെല്ലാം മറച്ചു വയ്ക്കുന്നതിനുള്ള വ്യഗ്രതയും ചിലതെല്ലാം തുറന്നു പറയുന്നതിനുള്ള വൈക്ലഭ്യവും നിങ്ങളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ കൂറ് കാണിക്കേണ്ടത് രാഷ്ട്രത്തോടും ജനങ്ങളോടുമാണ്. അത് മറക്കാതിരിക്കുക. കാരണം ജനങ്ങളാണ് വലുത്, രാഷ്ട്രമാണ് വലുത്. വഖഫ് ആക്ടിലെ ഓരോ വകുപ്പുകളും സെക്ഷൻ ബൈ സെക്ഷൻ ആയി സമഗ്രമായി വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഏതൊക്കെ വകുപ്പുകൾ തള്ളിക്കളയണം, ഏതൊക്കെ വകുപ്പുകൾ സ്വീകരിക്കണം എന്ന്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി മുനമ്പത്തേക്ക് ചെല്ലുക. അവിടെ നിരാഹാരമിരിക്കുന്ന സമരക്കാരുമായി വഖഫ് ആക്ട് ചർച്ച ചെയ്യുക. അതിലെ ഓരോ നിയമങ്ങളും ഓരോ വകുപ്പുകളും അതിലെന്തൊക്കെ മാറ്റം വരുത്തണം, എന്തൊക്കെ അവർക്ക് സ്വീകാര്യമാണ്, ഇതെല്ലാം ഇരു കൂട്ടരും തമ്മിൽ ചർച്ച ചെയ്ത് ഒരൊറ്റ തീരുമാനത്തിലെത്തുക. വഖഫ് ആക്ട് പൂർണ്ണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവരുടെ ആശങ്കകൾ അത് വഖഫ് ബോർഡിന്റെ ഏതൊക്കെ വകുപ്പുകളിലാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമായി അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനു വേണ്ട തിരുത്തലുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ആ തിരുത്തലുകൾ വേണ്ടതാണ് എന്ന് പരസ്യമായി അംഗീകരിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. മൂന്നാമതായി ഉടൻ തന്നെ നിയമസഭ വിളിച്ചു കൂട്ടുവാൻ ആവശ്യപ്പെടുക. അതിനെന്തെല്ലാം നടപടികൾ കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. ഇടതുപക്ഷവും വലതുപക്ഷവും തോളോട് തോൾ ചേർന്ന് വഖഫ് ബോർഡിന് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കി. അതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു മടിയും ഉണ്ടായില്ല. അതേ നിങ്ങൾ തന്നെ ഏകസ്വരത്തിൽ പറയുന്നു മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന്. ശരി, സമ്മതിക്കാം. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും തോളോട് തോൾ ചേർന്ന് ഒരൊറ്റ മനസ്സായി നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കണം. മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന പ്രമേയം. വഖഫ് ബോർഡിനോട് അവരുടെ ക്ലെയിം ഉപേക്ഷിക്കാൻ ഉള്ള പ്രമേയം. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വലിച്ചു കയറി തോട്ടിലെറിയാനുള്ള പ്രമേയം. അതോടൊപ്പം വഖഫ് ബോർഡിന് മുനമ്പം ഭൂമിയിൽ യാതൊരു ക്ലെയിമും ഇല്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുവാൻ മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തണം. ഈ 4 കാര്യങ്ങൾ നിയമസഭയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ആത്മാർത്ഥതയുള്ളതായിരുന്നു എന്ന്
കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലാകും. അടുത്തതായി കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുവരെ ഈ ആക്ടിനെതിരെ, ഈ ഭേദഗതിക്കെതിരെ ബഹളമുണ്ടാക്കിയും പുകമറ സൃഷ്ടിച്ചും അത് അട്ടിമറിക്കാൻ മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇനി അത് വേണ്ട. പകരം സമഗ്രമായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കട്ടെ. ഭേദഗതി ആക്ടിലെ എല്ലാ വകുപ്പുകളും തലനാരിഴ കീറി പരിശോധിക്കട്ടെ. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റ് എന്നും തിരിച്ചറിയട്ടെ. ഏത് തള്ളണം എന്നും ഏത് ഉൾക്കൊള്ളണം എന്നും വ്യക്തമായ ബോധ്യം ഉണ്ടാകട്ടെ. അതിന് പാർലമെന്റിൽ ചർച്ചകൾ നടക്കണം. ഇനി അത് അട്ടിമറിക്കരുത്. അങ്ങനെ സമഗ്രമായ ചർച്ചകൾ നടത്തി തലനാരിഴ കീറി ഓരോ വകുപ്പും പരിശോധിച്ച് ഭേദഗതികളോടെ, വേണ്ടത്ര മാറ്റങ്ങളോടെ പുതിയ വഖഫ് ബിൽ നിലവിൽ വരട്ടെ. അതിന് കോൺഗ്രസ് എംപിമാർ ഇനിയൊരിക്കലും തടസ്സമായി നിൽക്കരുത്.